Shabba, 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 shabba. മിന്നാര പൊന്നല്ലേ മിന്നാ മിന്നി പെണ്ണല്ലേ ആരോടും മിണ്ട ചുണ്ടിൽ തൊട്ടാവാടി പൂവല്ലേ മറ്റാരും കാണാതെ ചിങ്കാരപ്പും കാറ്റാവാം മാനത്തെ മാറിത്തേരിൽ മായക്കുത്താടാം ഒരു വേനൽ ചാറ്റൽ മഴയിൽ ഒരു മീവൽ കിളിയായി മാറി പാറി പറക്കാം ഈ ആപ്പിൾ പാടം മുഴുവൻ ഒരു മെയ്ജുൺ മുകിലായി പമ്മി പമ്മി കിതയ്ക്കാം ഇളമാനെ ഇത്തിരി മുത്തേ മിഴിയോരം മുല്ല നിലാവേ ഞാൻ കാണട്ടെ മിണ്ടട്ടെ ഒരു കാര്യം പറയട്ടെ പൊന്നല്ലേ മിന്നാ മിന്നി പെണ്ണല്ലേ ആരോടും മിണ്ട ചുണ്ടിൽ തൊട്ടാൽ വാടിപ്പൂവല്ലേ കാതൽ പ്രായം കണ്ണു പൊട്ടി കളിക്കേ ഷാമ്പെയിൻ പോലെ നെഞ്ചിൽ സ്വപ്നം തിളക്കേ സാഗീർ പോലെ വിരൽ വിങ്ങി തുടിക്കേ പാടാം പാടാം പാനിക് മ്യൂസിക് പതിയെ റോസാപ്പൂവേ നിൻ മുള്ളാൽ ഉള്ളം പൊള്ളുന്നു പൊന്നല്ലേ മിന്നാ മിന്നി പെണ്ണല്ലേ Hey, don't get me wasted, twisted, where you never trusted. Seems like you're fasted. Don't ever stop and listen, chasing something missing, prison in the hallway. Don't get me wrong, keep it moving on. Yeah, do it fine. This time you're mine. പായും മഞ്ഞിനരിക്കരികെ പൂമ്പ്രാവായി നീ തൂവൽ കുടഞ്ഞിരിക്കെ നീ എൻ കാതിൽ കാറ്റായി മെല്ലെ വിളിച്ചു നീ എൻ പാട്ടിൽ മഞ്ഞായി മിന്നി തുടിച്ചു പൂക്കാപ്പൂവേ നിൻ കണ്ണിൽ കാന്തം മിന്നുന്നു മറ്റാരും കാണാതെ ചിങ്കാരപ്പും കാറ്റാവാം മാനത്തെ മാറിത്തേരിൽ മായക്കുത്താടാം ഒരു വേനൽ ചാറ്റൽ മഴയിൽ ഒരു മീവൽ കിളിയായി മാറി പാറി പറക്കാം ഈ ആപ്പിൾ പാടം മുഴുവൻ ഒരു മെയ്ജുൺ മുകിലായി പമ്മി പമ്മി കിതയ്ക്കാം ഇളമാനെ ഇത്തിരി മുത്തേ മിഴിയോരം മുല്ല നിലാവേ ഞാൻ കാണട്ടെ മിണ്ടട്ടെ ഒരു കാര്യം പറയട്ടെ na 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 na
സൂപ്പർ പെർഫോമൻസ്. ഓ എന്താ ശബ്ദം, റാപ്പൊക്കെ പൊളിച്ചല്ലോ. ഇംഗ്ലീഷൊക്കെ കറക്റ്റ് അല്ലേ പറഞ്ഞത്? കറക്റ്റ്. ഓക്കെ സൂപ്പർ. പെട്ടെന്നൊരു താങ്ക്സ് ഒക്കെ. അത് പാടി ഡ്രൈ ആയപ്പോഴ് ചുണ്ടൊട്ടിയിരുന്നു. ചുണ്ടൊട്ടിപ്പോയപ്പോ പെട്ടെന്ന് കുട്ടി താങ്ക് യു എന്ന് പറഞ്ഞങ്ങ് നിർത്തിക്കളഞ്ഞു. ഓക്കെ ചോദിക്കാം. ശരത് സാറും കാർത്തികയും മാച്ചിങ്. സാർ അങ്ങനെ നിശാപ വരുന്നു. അയ്യോ ഒന്നും പറഞ്ഞിട്ടില്ല സാർ. എന്നോട് ശരത്തേട്ടൻ പറഞ്ഞു ഇത് കോവിഡിന്റെ സമയത്ത് ഇറങ്ങിയ പാട്ടാണെന്ന് തോന്നുന്നു, ഒരുപാട് ശവങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ ചോദിക്കാം. ഈ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയൂ. ഇത് റൺവേ എന്ന് പറയുന്ന മൂവിലെ സോങ് ആണ്. പാടിയത് അഫ്സൽ സാറും സുനിത സാരഥി മാമും. മ്യൂസിക് ചെയ്തത് സുരേഷ് പീറ്റർ സാറാണ്. ലിറിക്സ് എഴുതിയത് ഗിരീഷ് പുത്തിഞ്ചേരി സാർ. നല്ലൊരു നമ്മുടെ ഫോറസ്റ്റുകാർക്ക് എല്ലാവർക്കും കണ്ണിന് ചെയ്യും. അത് നോക്ക്, കീർത്തിനൊക്കെ നോക്കി. കീർത്തിയാണ് കോമഡി ആയത്. തൊട്ടടുത്ത ഒരാളുണ്ടല്ലോ, ശിവനന്ദ. നല്ല കോസ്റ്റ്യൂം അവിടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ. കൊള്ളാം, നൈസ് നൈസ്. അപ്പൊ നല്ലൊരു എന്താ പറയണ്ട, ഒരു ഗുംക്കി പാട്ട് നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഒരു രസം ഉണ്ടായിരുന്നു. കാര്യം ഇങ്ങനെയുള്ള പാട്ടുകൾ പാടാറുണ്ട്, ഉള്ള സത്യം പറയും. ഞാൻ ഫാസ്റ്റ് സോങ്സ് പാടാറുണ്ട്, ഇത് പാടിയിട്ടില്ല. അല്ല ഇതല്ല, ഈ സ്വഭാവമുള്ള വേറെ പാട്ടുകൾ പാടാറുണ്ടോ? സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ? പാടാറുണ്ട്. നല്ല ഒരു സുഖമുണ്ടായിരുന്നു. പിന്നെ ചില ഏരിയ ഒന്ന് ചേരായിക ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ ലോ പോർഷനൊക്കെ. സാധാരണ പെൺകുട്ടികൾക്ക് ലോ പോർഷനൊക്കെ നല്ല പവർഫുള്ളായിട്ട് വരേണ്ടതാണ്. നിങ്ങളുടെ ശബ്ദം മുഴുവൻ താഴെയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. അത് കുഴപ്പമില്ല, നമുക്കത് ക്ഷമിക്കാം. പിന്നെ ചില ഏരിയ അവരുടെ കൈവിട്ടും പോയിട്ടുണ്ട്, അതും ക്ഷമിക്കാം. പിന്നെ ചുണ്ടൊട്ടിയത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ച് തരാമെന്നുള്ളതല്ല, ഓട്ടിപ്പോയി പോട്ടെ, പോട്ടെ വേറെ. ഈ മൊത്തത്തിൽ കേൾക്കാൻ ഒരു നല്ല സുഖമുണ്ട്. പിന്നെ നമ്മുടെ കോറസ് ഒരു ആഞ്ഞു പിടിക്കായിരുന്നു ആദ്യം. അന്ന് ഈ കണ്ണാടി ഇട്ടേക്കുന്നുണ്ട്, അവർക്ക് താളം കൃത്യമായിട്ട് കിട്ടിയില്ലായിരുന്നു. ഒന്നും അവന്മാരത് കേട്ടില്ലെന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. പോട്ടെ, അത് പോട്ടെ. പക്ഷെ മൊത്തത്തിൽ ഒരു രസമുണ്ടായിരുന്നു ഈ പാട്ട് കേൾക്കാനും. ഒരു നമുക്ക് ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ പറ്റി. അതെ, അത് നല്ലതാണ്, നൈസ്. അത്രേ ഉള്ളൂ. ചേച്ചി കാർത്തിക. എന്താ സാർ? കാർത്തിക എന്താ മാം? കൊറേ സ്റ്റൈലന്മാരെയും വിളിച്ചുകൊണ്ടുവന്നു. നിങ്ങൾക്ക് ഇത് ഊരാറായില്ലേ? ഇല്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പാട്ട് സ്റ്റൈലന്മാരെയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ അടിച്ചു പൊളിച്ചു. താങ്ക് യു മാം. നിങ്ങൾ കോറസ് കലക്കി കേട്ടോ. എഴുന്നേറ്റ് നിന്നോ, ഞാൻ ഒരു വലിയ കൈയടി തരാം. ഭയങ്കര എൻജോയ് ചെയ്ത് നിങ്ങൾ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തു. കാരണം ഈ പാട്ടിന് കോറസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാം എനിക്ക് കാണുമ്പോഴേ ചിരി വരുന്നു എല്ലാവരും. എസ്പെഷ്യലി മറ്റേ കനകാംബരമാണോ തലയിൽ? ശിവനന്ദ പൊളിച്ചു നിങ്ങള്, സൂപ്പർ. മോളെ കാർത്തിക, ഞാന് കാർത്തികയുടെ ഈ ഒരു വോയിസ് ടെക്സ്ചർ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. തുടക്കം എന്താണ് പവർ, ഫാന്റാസ്റ്റിക് ആയിരുന്നു ആ ആഡ്ലിബും. അതിനുശേഷം പാടിയതെല്ലാം, ഒന്നാമത് ഇത് ഡ്യുവറ്റ്, ഇത് പാടി ഫലിപ്പിക്കാൻ പാടാണ്. ബിക്കോസ് അഫ്സൽ കെയും പാടിയിട്ടുണ്ടല്ലോ, മെയിൽ ലൈൻസും ഉണ്ട് ഇതിനകത്ത്. പക്ഷെ മോളു ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫേർട്ട്, വല്ലാത്ത ഒരു മാറ്റം. ഇത് പുതിയൊരു കാർത്തിക. അതെ, ഇതിനു മുന്നേ കണ്ട കാർത്തികയേ അല്ല. ആ റാപ്പ് ആയാലും ഇത് ശരിക്കും ഒരു വേഴ്സറ്റാലിറ്റി തെളിയിക്കുന്ന ഒരു പാട്ടായിരുന്നു. കാർത്തിക അത് തെളിയിച്ചു. മോൾ എല്ലാ വേർഷൻസും അതിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും അതിനൊക്കെ ഒരു നീതി പുലർത്തി. റാപ്പ് ചെയ്തതായാലും ഹമ്മിങ്സ് ആയാലും പാടിയ സ്റ്റൈല്, വാക്കുകൾ പറഞ്ഞ രീതി, എവ്രിതിങ് ഫാന്റാസ്റ്റിക്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് കാർത്തിക, ഞാൻ എന്റെ മിഠായി പെട്ടി തുറക്കുന്നു. ഒരു മീവൽ കിളിയായി മാറി പാറി പറക്കാം. ഈ ആപ്പിൾ പാടം മുഴുവൻ ഒരു മെയ്ജുൺ മുകിലായി പമ്മി പമ്മി കൂടയ്ക്കാം. ഇളമാനെ ഇത്തിരി മുത്തേ, പിഴിയോരം മുല്ല നിലാവേ, ഞാൻ കാണട്ടെ മിണ്ടട്ടെ ഒരു കാര്യം പറയട്ടെ. കാർത്തിക, എന്തോ ഫസ്റ്റ് ടൈം അല്ലേ പെട്ടി തുറക്കുന്നത്? അതെ. എന്ത് തോന്നുന്നു പറ. ഹാപ്പി. ഓക്കെ ചേച്ചി, ഗോഡ് ബ്ലെസ് യു ഡാ. ഇതുപോലെ പെർഫോമൻസസ് ഇനിയും വച്ചടി കയറ്റമാവട്ടെ. സൂപ്പർ.
താങ്ക് യു ചേച്ചി. ഷാനിക കാർത്തിക എന്താ സാർ? അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. റാപ്പ് കഴിഞ്ഞപ്പോ ഷാനിക കൈയടിച്ചു. അല്ല, കാരണം എന്താന്ന് പറയാം, ഞാനൊരു ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭയങ്കര വലിയൊരു ഫാനാണ്. ഞാനിപ്പോ എൻ്റെ ഏത് പാട്ടെന്നല്ല, പിന്നെ ഏതെങ്കിലുമൊക്കെ പാട്ടിനിടയിൽ ഞാനിതിങ്ങനെ ഈ റാപ്പ് ഇങ്ങനെ കുത്തിക്കേറ്റാൻ ഞാനിങ്ങനെ നോക്കരുത്. ഇപ്പൊ എൻ്റെ മാവും പൂത്തുണ്ട്, എന്നിലെരിഞ്ഞു തുടങ്ങിയത് ഈ കനൽ. അങ്ങനെ ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ എവിടെയെങ്കിലൊക്കെ ഞാനിതിങ്ങനെ ഫിറ്റാക്കാൻ ഞാൻ നോക്കാറുണ്ട്, പ്രൊവൈഡഡ് ആ ഒരു സിറ്റുവേഷൻ അത് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത്. അല്ലാതെ വെറുതെ അത് തിരികെ കയറ്റിട്ട് യാതൊരു കാര്യമില്ല. പക്ഷെ ഞാൻ ഈ ആ ഒരു റാപ്പ് മ്യൂസിക്കിന്റെ ഞാൻ ഭയങ്കര വലിയൊരു ഫാനാണ്. കാരണം റെവല്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ റാപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം വേറൊന്നുമല്ല, സാധാരണ രീതിയിൽ ഇപ്പം ഇങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്യുക, അതിനകത്തൊരു റാപ്പ് പോർഷൻ ഉണ്ട്. ഒരു റാപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കതൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. ഓക്കെ, കുട്ടി ഇത് കോമ്പറ്റീഷൻ എടുത്തു, അപ്പോൾ ആ റാപ്പും കൂടെ ആ പാട്ടിനകത്തുണ്ട്, അപ്പോൾ ആ റാപ്പും കൂടെ ചെയ്തേ പറ്റൂ. പക്ഷെ ഇത് എനിക്ക് ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ആ റാപ്പിന്റെ ആ ഒരു പോർഷൻ. കാരണം റാപ്പ് എന്ന് പറയുന്നത് അതൊരു ആറ്റിറ്റ്യൂഡാണ്. റാപ്പ് ഇസ് ഓൾ അബൌട്ട് ആറ്റിറ്റ്യൂഡ്. ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു അതിനകത്തും ഉണ്ട് ഒരു ഡൈനാമിക്സ്. വേർഡ്സ് ഇങ്ങനെ കട്ട എന്ന് പറയുന്നതാണെങ്കിൽ അതിനകത്തും ഉണ്ട് ഒരു ഡൈനാമിക്സ്. അതെല്ലാം കൃത്യമായിട്ട് കാർത്തിക് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു സർ. പിന്നെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഈ കോറസ് ഗ്രൂപ്പുകാർ കംപ്ലീറ്റ് ഗ്ലാസസ് വെച്ചു, ഷെയ്ഡ്സ് വെച്ചു. എന്തുകൊണ്ട് ഇതിന്റെ മെയിൻ സിംഗർ മാത്രം ഷെയ്ഡ്സ് വെച്ചില്ല? ഞങ്ങളവിടെ പറഞ്ഞു എല്ലാരും ഷെയ്ഡ്സ് വെച്ചു, മെയിൻ സിംഗറിന് മാത്രം. എന്തുകൊണ്ട് ഷെയ്ഡ്സ് വെച്ചു? നീ എന്നോട് ചോദിക്കാറ്, ഞാൻ ഇത് ഒരു തരത്തില്ല. ഈ ലൈറ്റ് ഒക്കെ ഞാൻ സഹിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കില്ലേ? എന്തുകൊണ്ട് ചോദിക്കണ്ടേ ഷാനിക? എനിക്ക് ഒരു പാട്ടിന് വേണ്ടി മാത്രം ആ ഷെയ്ഡ്സും തരും. എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഇതെങ്കിലും തന്നെ എന്ത് പിണ്ണാക്കുണ്ടാക്കാണെന്നുള്ളത് നമുക്കറിയും. ഓക്കെ, നമുക്കിനി മാർക്സ് ചോദിക്കാം. ശരത് സർ. കാർത്തിക 8.9. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക ഞാൻ ഈ റാപ്പിന്റെ ഫാനായതുകൊണ്ട് 10.5. അത്രയൊക്കെ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയിരുന്നു. 9.1. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ചേച്ചി സുന്ദരിമണി, ഗാനക്കുടത്തിലേക്ക് കാർത്തികയുടെ മാർക്സ് ദാ പോകുന്നു. സോ ടോട്ടൽ 18 മാർക്സ്. സൂപ്പർ. ഷാനികയ്ക്ക് റാപ്പ് ഇത്രയും ഇഷ്ടമായ സ്ഥിതിക്ക് ഇവിടെ എഴുതുന്ന ആളുകളുണ്ട്, കമ്പോസ് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങള് ഒരു ഷെഡ്യൂളോടെ നമുക്ക് കൊടുക്കാം അല്ലേ? അതിനുള്ളിൽ നിങ്ങൾ ഷാനികയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു റാപ്പ് എഴുത്, നിങ്ങൾ എല്ലാരും കൂടെ. ഓക്കെ, റാപ്പ് എഴുതി നിങ്ങൾ തന്നെ കമ്പോസ് ചെയ്ത് ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ തന്നെ പ്രോഗ്രാം ചെയ്തിട്ട് ഞാൻ തന്നെ റിലീസ് ചെയ്യും. ഇത് എന്റെ ഐഡിയ കേട്ടോ. ഇത് ഹിറ്റ് ആയാൽ ക്രെഡിറ്റ് മൊത്തം എനിക്കാ. നിന്റെ ഐഡിയ ആയിരുന്നു ഇത്. നിങ്ങൾ തന്നെ പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഇറക്കിക്കോ. അല്ല ഷാനിക വേണ്ട, ഞാൻ ചുളിവിൽ എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചോട്ടെ. മനസ്സിലായി. അല്ല, അങ്ങനെ ഒരു സംഭവം കിട്ടുകയാണെങ്കിൽ ഞാനത് ചെയ്യാം. സൂപ്പർ. അപ്പൊ എല്ലാരും തുടങ്ങിക്കോ പണി കേട്ടോ. ഇംപ്രസീവ് ആയിരിക്കും. അതാണ് അതിനകത്ത് വേർഡ്സ് എല്ലാം ഭയങ്കര ഇംപ്രസീവ് ആയിരിക്കും. രസം വേണം, സൗണ്ടിങ് നന്നായിരിക്കണം. അതെ, സൂപ്പർ സ്റ്റാർ തന്നെ ആയാലും ഓൾറെഡി സൂപ്പർ സ്റ്റാറിനെ കുറിച്ചിട്ട് ഒരു റാപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പറയാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അനക്കത് പറഞ്ഞോണ്ട് പറയാം. ഓക്കെ, എന്നാലും നിങ്ങൾ എല്ലാവരോടും ചേർന്ന് ശരിക്കും ചെയ്തിട്ടുണ്ടോ? എനിക്ക് അയച്ചു കേട്ടോ. എനിവേസ് എല്ലാവരോടും ചേർന്നൊരു സാധനം, എല്ലാവരും കൂടെ ഒരു സംഭവം സെറ്റ് ചെയ്ത് നമുക്ക് ഞാൻ തന്നെ അത് പ്രോഗ്രാം ചെയ്തിട്ട് സൂപ്പർ സ്റ്റാറിന്റെ ഒരു റാപ്പ് ഞാൻ തന്നെ അത് മിക്സും മാസ്റ്ററും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇറക്കാം. സൂപ്പർ, അടിപൊളി. താങ്ക് യുടാ, നീ റാപ്പും കൊണ്ട് വന്നതിന് നന്ദി. സൂപ്പർ